എന്റെ മോളുടെ കല്യാണം നടക്കില്ല. എന്നാലും അവർ ഈ മുഹൂർത്ത സമയത്ത് വന്ന് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് ഒട്ടും ശരിയായില്ല. നമുക്ക് ചെറുക്കന്റെ വീട്ടിലേക്ക് ഒന്ന് പോയാലോ? വേണ്ട, ആരും പോവണ്ട. പോയോണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. அன்னைக்கு நான் நல்ல புத்தி சொன்ன போது கேட்கல. இப்ப என்னாச்சு? രത്നം, ശവത്തെ കുത്തരുത്. എങ്ങനെയാലും ഞങ്ങളുടെ മാനം കാക്കണം. അതെങ്ങനെ? നിനക്കവളെ കെട്ടാവോ? என்ன தங்கப்பா இப்படி சொல்ற? അതെ രത്നം, നാളെ നിനക്കവളെ വേണ്ടെങ്കിൽ ഉപേക്ഷിച്ചു. പക്ഷെ ഇന്നിപ്പോ കനകത്തെ കല്യാണം കഴിക്കാൻ എനിക്ക് വിരോധമില്ല. രത്നം, ഒരു എതിരും പറയരുത്. ஒரு சின்ன உதவி. எப்படி இல்லான்னு சொல்ல? சரி, நான் கட்டுறேன். തങ്കച്ച, ദിവാകര, എല്ലാം ഒരുക്കടാ. എന്റെ മോളുടെ കല്യാണം നടക്കും. എന്താ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? പെണ്ണിനെ കൊണ്ടുവരാൻ, പെണ്ണിനെ കൊണ്ടുവരാൻ. തങ്കപ്പ, എന്തിനാ എന്നാ തല്ലിയത്? നിന്നെ തല്ലലടാ പട്ടി വേണ്ടത്. ഒന്ന് ചാണക്കൂടിയിൽ മൂടണം. എന്റെ മോളുടെ കല്യാണം മുടക്കിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുന്നു. ഞാൻ കല്യാണം മുടക്കിയെന്ന ചാമിക്ക് ചതി അറിയില്ല നാരായണി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നവനായി ചാമി. ഒന്നറിയണ, നട്ടപ്പാതിരേക്ക് എന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ ഒരുമ്പെട്ടോളാ നിങ്ങളുടെ മോള്. നല്ലൊരിടത്ത് എന്ന് പെട്ടോട്ടെ എന്ന് കരുതിയാ കൊണ്ടുപോകാതിരുന്നത്. களபுட்ட என்னடா இங்க? ஓ, கல்யாண சாப்பாடுக்கு வந்ததா? അല്ലടാ, നിന്നെ കൊന്നു തിന്നാൻ വന്നതാ. ഇറങ്ങാൻ, ഇല്ലെങ്കിൽ കൊല്ലും തിന്നെ ഞാൻ. എന്റെ മോളെ കെട്ടാൻ പോകുന്നവനാ രത്നം. അവളെ തൊട്ടാലുണ്ടല്ലോ. മാറി പെണ്ണുമ്പിള്ളെ കൂട്ടിക്കൊടുത്തത് പോരാഞ്ഞിട്ട് എന്റെ മോളെയും കൂട്ടിക്കൊടുക്കണോടാ. ഈ പെണ്ണൂട്ടിക്ക് എന്റെ മോളെ കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. അല്ലേ, അത് ഇതും പറയാൻ പോകുന്നുണ്ടോ? ചവിട്ടി ഞാൻ. പോടാവിടുന്ന്. നിന്റെ തന്തയെ വർപ്പിച്ചവളാ ഞാൻ. തല പൊക്കണ്ട, വെട്ടും ഞാൻ. മോനെ ചാമി, എല്ലാരും കൂടി ഈ പെണ്ണൂട്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ നോക്കുക. എനക്ക് അവളെ രക്ഷിക്കാമോ? മോള് കരയണ്ട, ബാ. എന്റെ മോളെ ഞാൻ പൊന്നിച്ചാമിക്ക് കൊടുക്കാൻ പോവുക. തടുക്കാൻ ആരെങ്കിലും ഉണ്ടോടാ? ഉണ്ടാന്ന് മോളുവാ. ഈ കാളക്കാരന്റെ കൂടെ പൊറുക്കാൻ നിനക്ക് സമ്മതമാണോ? എങ്കി വാ, ആരും തടയില്ല. കൊല്ലിഞ്ഞ എവനെന്താണ് പന്തം കണ്ട പെരിച്ചാഴീന മാതിരി?
ഇരിക്കു പെണ്ണേ. ഈ കാളമുട്ടനെ കെട്ടിയത് അബദ്ധമായെന്ന് തോന്നുന്നുണ്ടാ? ഉണ്ടെങ്കി പറഞ്ഞേക്ക്, ഇപ്പൊ തന്നെ വിട്ടേക്കാം. കാക്ക മലന്ന് പറക്കുമെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. അല്ല, കുട്ടന്റെ ആശാൻ ഒരു പെണ്ണ് കിട്ടിയില്ലേ? പെണ്ണെപ്പടി? സുന്ദരിയാണോ? സുന്ദരിയാണോ? ചേടാ, ആളെ അങ്ങ് നന്നായി പിടിച്ച മാട്ടുണ്ടല്ലോ. സത്യം പറ, ആശാന്റെ ഭാര്യയോ അതോ ഞാനോ സുന്ദരി? പറ. കള്ളനാ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഉത്തരം പറഞ്ഞ് ഒപ്പിച്ചിരിക്കുന്നു. കാളക്കാരന്റെ ഭാര്യയാണല്ലേ? ആളെക്കുറിച്ച് രായപ്പനെല്ലാം പറഞ്ഞു. സുന്ദരിയാണെന്ന രായപ്പന്റെ അഭിപ്രായം. ആരാ? മനസ്സിലായില്ല. ഞാൻ മായ, ഇവിടെ അടുത്തുള്ളതാ. ഞങ്ങളുടെ വീട്ടിലെ കാളക്കാരനാ പൊന്നിച്ചാമി. രായപ്പനുമായി എന്താ അടുപ്പൊന്നല്ലേ? ചെറിയൊരിഷ്ടം. അതിനെ സ്നേഹമെന്നോ പ്രേമമെന്നോ എന്ത് വേണേലും വിളിക്കാം. പറഞ്ഞിട്ടുള്ളത് എന്നാവോ താലികെട്ട് നോമ്പ് നോറ്റിരിക്കുക. വരട്ടെ. പലതോടും കഴിഞ്ഞോണ്ടിരുന്ന കുടുംബം നമ്മുടെ കുടുംബത്തെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമല്ലേ? നാട്ടുകാർക്കൊക്കെ എന്തൊരു പ്രതീക്ഷയായിരുന്നു. ഈ ചതി ഞങ്ങളോട് ചെയ്തല്ല എന്റെ ചേട്ടാ. എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ പതുക്കെ ഇടിക്കേണ്ടി വന്നു. നിന്റെ നെഞ്ച് കലങ്ങിപ്പോയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കൈ വെച്ചോ. എന്നാലും എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തല്ലോടി. എത്ര നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ തരാന്ന് ഓരോരുത്തരും പറഞ്ഞതാ. എല്ലാം നീ തൊലച്ചില്ലടി ദ്രോഹി. വല്ലി, നീ എന്റെ അടുത്തുനിന്ന് മേടിക്കും കേട്ടാ. കണ്ടോ എങ്ങാണ്ടെന്നൊരുത്തി വലിഞ്ഞേറി വന്നപ്പോ കൂടപ്പുറത്തിന് വേണ്ടെന്നായി. എന്നാലും എന്തോ കൈവശം കൊടുത്ത് എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തടി. മുതേവി, നിന്നെ സമ്മതിച്ചിരിക്കണടി. എടി, നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞേ. അകത്ത് പോ. അളിയ പറയുമ്പോ വിഷമം തോന്നരുത്.